യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ, ഇന്ന് ശനിയാഴ്ച 2026 മെയ് മാസം 9-ാം തീയതി. ഇന്ന് ഈ പ്രഭാതത്തിൽ ഈ പ്രാർത്ഥന കേൾക്കുന്ന പല വീടുകളിലും ഒരു അമ്മ നേരത്തെ എഴുന്നേറ്റിട്ടുണ്ടാകാം. എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോൾ അവൾ അടുക്കളയിലെ ലൈറ്റ് തെളിയിച്ചു. അരി കഴുകുന്ന വെള്ളത്തിൻ്റെ ശബ്ദം മാത്രം കേൾക്കാം. അടുപ്പിൽ ചായ തിളയ്ക്കുന്നു. പക്ഷേ അവളുടെ ഉള്ളിൽ തിളയ്ക്കുന്നത് ക്ഷീണമാണ്. ആരോടും പറഞ്ഞിട്ടില്ലാത്ത ഒരു വേദന, ആരും ശ്രദ്ധിക്കാത്ത ഒരു ഭാരവും. ഇന്നലെ രാത്രി മകൻ കഠിനമായി സംസാരിച്ചിരിക്കാം. മകൾ ഒന്നും പറയാതെ മുറിയുടെ വാതിൽ അടച്ചിരിക്കാം. ഭർത്താവ് ക്ഷീണത്തിൽ മിണ്ടാതെ കിടന്നുറങ്ങിയിരിക്കാം. മരുന്ന് വാങ്ങാനുള്ള പണം വേണം. വാടകയും വായ്പയും അടുത്തു നിൽക്കുന്നു. സ്കൂൾ ഫീസ് ഓർമ്മയിൽ കുത്തുന്നു. എല്ലാവർക്കും ഭക്ഷണം ഒരുക്കുന്ന ആ കൈകൾ സ്വന്തം ഹൃദയത്തിലെ വിശപ്പിനെ ആരോടും പറയാതെ ഒളിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, മെയ് മാസം മാതാവിൻ്റെ മൃദുലമായ കരങ്ങളിലൂടെ നമ്മുടെ കുടുംബങ്ങളെ യേശുവിൻ്റെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്ന പരിശുദ്ധ മാസമാണ്. നമ്മുടെ ഈ കുടുംബത്തിൻ്റെ സമാധാന പ്രാർത്ഥനാ യാത്രയിൽ ഇന്ന് ഒരു അത്യന്തം സ്നേഹമുള്ള ദിനമാണ്. ഇന്ന് നാം പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നത് വീടിൻ്റെ ഉള്ളിൽ എല്ലാം ചുമന്നുകൊണ്ട് നിശബ്ദമായി ക്ഷീണിച്ചിരിക്കുന്ന അമ്മമാർക്കു വേണ്ടിയാണ്. അമ്മമാരുടെ വേദന പലപ്പോഴും വലിയ ശബ്ദമുണ്ടാക്കുന്നില്ല. അത് അടുക്കളയുടെ കോണിൽ നിൽക്കും. അത് മരുന്നിൻ്റെ കവറിനുള്ളിൽ ഒളിക്കും. അത് പഴയ ജപമാലയുടെ മണികളിൽ പതിയും. അത് ഫോൺ സ്ക്രീനിൽ മകൻ്റെ പേര് തെളിയുമോ എന്ന് കാത്തിരിക്കുന്ന കണ്ണുകളിൽ കാണാം. അത് കിടപ്പുമുറിയുടെ വാതിൽ അടച്ച ശേഷം മാത്രം പുറത്തുവരുന്ന കണ്ണുനീരായി മാറും. ചില അമ്മമാർക്ക് സ്വന്തം വേദന പറയാൻ സമയം പോലും ഇല്ല. ഒരു കുഞ്ഞിൻ്റെ പരീക്ഷ, മറ്റൊരാളുടെ ജോലി കാത്തിരിപ്പ്, ഒരാളുടെ വിസ മറുപടി, വീട്ടിലെ കടം, രോഗിയായ ഭർത്താവിൻ്റെ മരുന്ന്, പ്രായമായ മാതാപിതാക്കളുടെ ചികിത്സ, മകളുടെ വിവാഹ കാത്തിരിപ്പ്, മകൻ്റെ തെറ്റായ കൂട്ടുകെട്ട്, എല്ലാം ഒന്നിച്ച് അവരുടെ നെഞ്ചിൽ കിടക്കുന്നു. അവർ എല്ലാവർക്കും ധൈര്യം പറയുന്നു. പക്ഷേ രാത്രി ദൈവത്തിൻ്റെ മുമ്പിൽ അവർ തന്നെ തകർന്നു വീഴുന്നു. ഇന്ന് കർത്താവ് നമ്മോട് സംസാരിക്കുന്നത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 66-ാം അധ്യായം 13-ാം വാക്യത്തിലൂടെയാണ്. അമ്മ തൻ്റെ മകനെ ആശ്വസിപ്പിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. പ്രിയപ്പെട്ടവരെ, ദൈവം അമ്മയുടെ ആശ്വാസത്തെ ഉദാഹരണമായി പറയുന്നു. കാരണം അമ്മയുടെ ആശ്വാസം വിശദീകരണം ചോദിക്കില്ല. അമ്മയുടെ ആശ്വാസം വൈകിയെത്തുന്നില്ല. കുഞ്ഞ് കരയുമ്പോൾ അമ്മ ആദ്യം ചേർത്ത് പിടിക്കും, പിന്നെയാണ് ചോദിക്കുക. അതുപോലെ തന്നെയാണ് ദൈവത്തിൻ്റെ കരുണ. ഇന്ന് ക്ഷീണിച്ചിരിക്കുന്ന അമ്മമാരോട് ദൈവം പറയുന്നത് ഇതാണ്: നീ എല്ലാവരെയും ആശ്വസിപ്പിച്ചു, ഇനി ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും. പരിശുദ്ധ അമ്മ മറിയം ഈ വേദന ഏറ്റവും ആഴത്തിൽ അറിയുന്ന അമ്മയാണ്. അവൾ നസ്രത്തിലെ വീട്ടിൽ സാധാരണ ജീവിതം നയിച്ചു. വെള്ളം കൊണ്ടുവരണം, ഭക്ഷണം ഒരുക്കണം, കുഞ്ഞിനെ വളർത്തണം, ജോസഫിൻ്റെ അധ്വാനത്തിൻ്റെ ക്ഷീണം മനസ്സിലാക്കണം. പിന്നെ ഒരു ദിവസം കാൽവരിയിൽ തൻ്റെ മകനെ വേദനയിൽ കണ്ടു നിൽക്കേണ്ടി വന്നു. അമ്മയുടെ ഹൃദയം എത്ര തവണ കുത്തേറ്റുവെന്ന് ലോകം പൂർണ്ണമായി അറിയുന്നില്ല. പക്ഷെ സ്വർഗം അറിയുന്നു. അതിനാൽ ഇന്ന് നിന്റെ അമ്മയുടെ കണ്ണുനീർ ചെറുതായി കാണരുത്. നിന്റെ വീട്ടിലെ അമ്മയെ സാധാരണ ഒരാളായി മാത്രം കാണരുത്. അവൾ പലപ്പോഴും വീട്ടിൻ്റെ ആദ്യ പ്രാർത്ഥനയാണ്. അവൾ പലപ്പോഴും കുടുംബത്തിൻ്റെ അവസാന പ്രത്യാശയാണ്. അവൾ മിണ്ടാതെ സഹിക്കുന്നതിനാൽ വീട് നിലനിൽക്കുന്നു. അവൾ പ്രാർത്ഥന നിർത്താത്തതിനാൽ പല മക്കളും വീണ്ടും എത്തുന്നു. ഒരു അമ്മയുടെ ഹൃദയം പഴയ ഒരു വിളക്ക് പോലെയാണ്. പുറത്തുനിന്ന് നോക്കുമ്പോൾ അത്ര തിളക്കം തോന്നണമെന്നില്ല. ചിലപ്പോൾ എണ്ണ കുറവായിരിക്കും, കാറ്റടിക്കും, തിരി കറുത്തുപോകും. പക്ഷേ ആ ചെറിയ വെളിച്ചം അണയാതെ നിൽക്കുന്നുവെങ്കിൽ വീട്ടിൽ ഇരുട്ട് മുഴുവൻ ജയിക്കില്ല. അമ്മയുടെ പ്രാർത്ഥന അങ്ങനെയാണ്. ചെറുതായി തോന്നും, പക്ഷേ അതിൻ്റെ വെളിച്ചത്തിൽ എത്ര കുടുംബങ്ങൾ കാത്തുസൂക്ഷിക്കപ്പെടുന്നു. ഞാൻ ഓർക്കുന്ന ഒരു അമ്മയുടെ ചെറിയ സാക്ഷ്യമുണ്ട്. 3 മക്കളുള്ള ഒരു അമ്മ
ഭർത്താവിന് രോഗം. മരുന്നിൻ്റെ ബിൽ ഓരോ മാസവും കൂടുന്നു. മൂത്ത മകൻ വിദേശത്തേക്ക് പോകാനുള്ള രേഖകളുമായി കാത്തിരിക്കുന്നു. പഴയ ഫയലിൻ്റെ കോണുകൾ മടിഞ്ഞ് ചീന്തിപ്പോയിട്ടുണ്ട്. മകൾ പരീക്ഷയ്ക്ക് പഠിക്കുന്നു, പക്ഷെ ഭയത്തിൽ കരയുന്നു. ഇളയ മകൻ അമ്മയോട് പലപ്പോഴും കോപത്തോടെ സംസാരിക്കുന്നു. ആ അമ്മ ഓരോ രാവിലെയും അടുക്കളയിൽ ചായ ഒഴിക്കുമ്പോൾ ഒരു ചെറിയ വാക്ക് പറയും: മാതാവേ, എൻ്റെ വീട്ടിൽ സമാധാനം തരണമേ. വലിയ പ്രാർത്ഥനയല്ല, വലിയ ശബ്ദമല്ല. ഒരു ദിവസം അവൾ ക്ഷീണിച്ച് അടുക്കളയുടെ കസേരയിൽ ഇരുന്നു പോയി. കയ്യിൽ മരുന്നിൻ്റെ ചെറിയ കവർ. ഗ്യാസ് അടുപ്പിൽ പാൽ ഉയർന്നു ചോർന്നുപോയി. അവൾക്ക് എഴുന്നേൽക്കാൻ പോലും മനസ്സില്ലാതെ കണ്ണുനീർ വന്നു. ആ രാത്രി അവൾ മറിയത്തിൻ്റെ രൂപത്തിന് മുമ്പിൽ ഒരു ചെറിയ മെഴുകുതിരി കൊളുത്തി. അമ്മേ, ഞാനും ഒരു അമ്മയാണ്, എനിക്ക് കുറച്ച് ധൈര്യം തരണമേ എന്ന് മാത്രം പറഞ്ഞു. പിറ്റേന്ന് രാവിലെ എല്ലാം മാറിയില്ല. കടം തീർന്നില്ല, വിസ മറുപടി വന്നില്ല, രോഗം മാറിയില്ല. പക്ഷെ ഒരു ചെറിയ കാര്യം സംഭവിച്ചു. ഇളയ മകൻ ആദ്യമായി അടുക്കളയിൽ വന്നു പറഞ്ഞു: അമ്മ, ചായ ഞാൻ ഒഴിക്കട്ടെ? ആ അമ്മ കരഞ്ഞു. കാരണം ആ വാക്കിൽ അവൾക്ക് ദൈവത്തിൻ്റെ ആശ്വാസം കേട്ടു. കുറച്ച് ആഴ്ചകൾക്കു ശേഷം വീട്ടിൽ വീണ്ടും ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഭർത്താവ് ക്ഷീണിച്ച ശബ്ദത്തിൽ ജപമാലയുടെ ഒരു ദശകം ചൊല്ലി. മകൾ പരീക്ഷയുടെ ഭയത്തോടെയും പഠിക്കാനിരുന്നു. മകന്റെ മറുപടി വൈകിയെങ്കിലും അവൻ്റെ ഹൃദയത്തിൽ സമാധാനം വർദ്ധിച്ചു. ആ അമ്മ പറഞ്ഞു: അച്ഛാ, വലിയ അത്ഭുതം എന്ന് പറയാൻ ഒന്നുമില്ല. പക്ഷേ എൻ്റെ വീട്ടിൽ വീണ്ടും മൃദുത്വം വന്നു തുടങ്ങി. പ്രിയപ്പെട്ടവരെ, അതാണ് കൃപ. ചിലപ്പോൾ ദൈവം ആദ്യം പുറത്തുള്ള പ്രശ്നം മാറ്റുന്നില്ല. ആദ്യം വീട്ടിലെ ഹൃദയങ്ങളെ മൃദുവാക്കുന്നു. ആദ്യം ഒരു വാക്ക് മാറ്റുന്നു. ആദ്യം ഒരു കണ്ണുനീർ പ്രാർത്ഥനയാക്കി മാറ്റുന്നു. ആദ്യം അമ്മയുടെ തകർന്ന നെഞ്ചിൽ ഒരു ശാന്തത നിറയ്ക്കുന്നു. ഇന്ന് ഈ പ്രാർത്ഥന കേൾക്കുന്ന ഒരു അമ്മേ, നീ തനിച്ചല്ല. നിന്റെ ക്ഷീണം ദൈവം കാണുന്നു. നിന്റെ കൈകളിലെ ചുളിവുകൾ ദൈവം കാണുന്നു. എല്ലാവരും ഭക്ഷണം കഴിച്ച ശേഷം നീ ശേഷിച്ചത് കഴിക്കുന്നതും ദൈവം കാണുന്നു. നിന്റെ മക്കൾ നിന്നെ മനസ്സിലാക്കാത്ത ദിവസങ്ങളിലും സ്വർഗം നിന്നെ മനസ്സിലാക്കുന്നു. നീ പറയാതെ വിഴുങ്ങിയ വാക്കുകൾ പോലും കർത്താവിനറിയാം. ഇന്ന് ഈ പ്രാർത്ഥന കേൾക്കുന്ന മക്കളെ, നിന്റെ അമ്മയെക്കുറിച്ച് ഒന്ന് ചിന്തിക്കൂ. അവൾ തികഞ്ഞവളല്ലായിരിക്കാം. ചിലപ്പോൾ കടുപ്പമായി സംസാരിച്ചിരിക്കാം. ചിലപ്പോൾ ഭയത്തിൽ നിന്നു നിന്നെ ശാസിച്ചിരിക്കാം. പക്ഷേ അവളുടെ ഹൃദയത്തിൽ നിന്നെക്കുറിച്ചുള്ള ഒരു രഹസ്യ പ്രാർത്ഥന ഉണ്ട്. നിന്റെ പേര് ദൈവസന്നിധിയിൽ പലതവണ അവൾ പറഞ്ഞിട്ടുണ്ട്. അവളുടെ ജീവിച്ചിരിക്കുന്ന സ്നേഹം ചെറുതായി കാണരുത്. ഇപ്പോൾ നാം ഒരു ചെറിയ വിശ്വാസകർമ്മം ചെയ്യാം. നിന്റെ അമ്മ അടുത്തുണ്ടെങ്കിൽ മനസ്സിൽ അവളുടെ മുഖമോർക്കൂ. കഴിയുമെങ്കിൽ ഇന്ന് അവളുടെ കൈ ഒന്ന് പിടിക്കൂ. അവൾ ദൂരെയാണെങ്കിൽ അവളുടെ പേര് മനസ്സിൽ വിളിക്കൂ. അമ്മ സ്വർഗത്തിലേക്ക് മടങ്ങിയിട്ടുണ്ടെങ്കിൽ അവളുടെ ഓർമ്മ ദൈവത്തിൻ്റെ കരുണയിൽ സമർപ്പിക്കൂ. അമ്മയായിട്ട് ഈ പ്രാർത്ഥന കേൾക്കുന്നുവെങ്കിൽ നിന്റെ കൈ നെഞ്ചിൽ വെക്കൂ. ആ നെഞ്ചിൽ എത്ര ഭാരമുണ്ടെങ്കിലും ഇപ്പോൾ അത് യേശുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കൂ. കർത്താവായ ഈശോയെ, ഈ ശനിയാഴ്ചയുടെ പ്രഭാതത്തിൽ ഞങ്ങൾ നിന്റെ കരുണയുടെ മുമ്പിൽ നിൽക്കുന്നു. ഉയിർത്തെഴുന്നേറ്റ കർത്താവെ, ക്ഷീണിച്ച ഹൃദയങ്ങൾക്ക് സമാധാനം നൽകുന്നവനെ, ഇന്ന് ഞങ്ങളുടെ വീടുകളിലെ അമ്മമാരെ പ്രത്യേകമായി നിന്റെ തിരുഹൃദയത്തിൽ സമർപ്പിക്കുന്നു. ഈശോയെ, ആരും ശ്രദ്ധിക്കാതെ കരയുന്ന അമ്മമാരെ ആശ്വസിപ്പിക്കണമേ. രാവിലെയോടെ എഴുന്നേറ്റ് വീട്ടിനു വേണ്ടി അധ്വാനിക്കുന്ന അമ്മമാരെ അനുഗ്രഹിക്കണമേ. മക്കളുടെ മാറ്റത്തിനായി രാത്രിയിൽ കണ്ണുതുറന്ന് കിടക്കുന്ന അമ്മമാരെ ചേർത്തു പിടിക്കണമേ. രോഗിയായ ഭർത്താവിനൊപ്പം നിന്നു ക്ഷീണിച്ചിരിക്കുന്ന ഭാര്യമാരെ ശക്തിപ്പെടുത്തണമേ. വാടകയും കടവും മരുന്നും ഫീസും വീട്ടുചെലവും കൊണ്ട് ശ്വാസം മുട്ടുന്ന അമ്മമാരുടെ ഹൃദയങ്ങൾക്ക് നിന്റെ സമാധാനം തരണമേ. കർത്താവെ, മക്കൾ കടുപ്പമായി സംസാരിച്ചപ്പോൾ മിണ്ടാതെ കരഞ്ഞ അമ്മമാരുടെ ഹൃദയം സൗഖ്യമാക്കണമേ. മക്കൾ ദൂരെയായി പോയപ്പോൾ ഫോൺ നോക്കി കാത്തിരിക്കുന്ന അമ്മമാരെ ആശ്വസിപ്പിക്കണമേ.
വിദേശത്തുള്ള മക്കളുടെ ശബ്ദം കേൾക്കാൻ ആഗ്രഹിക്കുന്ന അമ്മമാരെ അനുഗ്രഹിക്കണമേ. പരീക്ഷയ്ക്കായി മക്കളെ അയച്ചു വാതിൽക്കൽ നിന്നു കുരിശു വരയ്ക്കുന്ന അമ്മമാരെ അനുഗ്രഹിക്കണമേ. വിവാഹം വൈകിയ മക്കളെക്കുറിച്ച് ഭയപ്പെടുന്ന അമ്മമാരെ ആശ്വസിപ്പിക്കണമേ. ഈശോയെ, അമ്മമാരുടെ ക്ഷീണത്തെ കോപമാക്കാതിരിക്കാൻ കൃപ തരണമേ. അവരുടെ കണ്ണുനീരിനെ നിരാശയാക്കാതിരിക്കാൻ കൃപ തരണമേ. അവരുടെ മൗനത്തെ കഠിനതയാക്കാതിരിക്കാൻ കൃപ തരണമേ. അവർ വീണ്ടും ചിരിക്കട്ടെ. അവർ വീണ്ടും ശാന്തമായി ഉറങ്ങട്ടെ. അവർ വീണ്ടും പ്രാർത്ഥനയിൽ ആശ്വാസം കണ്ടെത്തട്ടെ. പരിശുദ്ധ അമ്മേ മറിയമേ, എല്ലാ അമ്മമാരുടെയും അമ്മേ, ഇന്ന് ഞങ്ങളുടെ വീടുകളിലേക്ക് വരണമേ. അടുക്കളയിലെ ചൂടിലും രോഗിയുടെ കിടക്കക്കരികിലും പഠനമേശയുടെ സമീപത്തും വാതിൽ കാത്തു നിൽക്കുന്ന അമ്മയുടെ നിഴലിലും നീ കൂടെയുണ്ടാകണമേ. അമ്മയുടെ കൈകൾ വിറയ്ക്കുമ്പോൾ നീ പിടിക്കണമേ. അവളുടെ കണ്ണുകൾ നിറയുമ്പോൾ നീ തുടയ്ക്കണമേ. അവളുടെ വിശ്വാസം ക്ഷീണിക്കുമ്പോൾ നീ അവളെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുപോകണമേ. മാതാവേ, അമ്മയെ നഷ്ടപ്പെട്ടവരെയും ആശ്വസിപ്പിക്കണമേ. അമ്മയുടെ ശബ്ദം ഇനി കേൾക്കാൻ കഴിയാത്ത മക്കളുടെ ഹൃദയം സൗഖ്യമാക്കണമേ. അമ്മയുമായി സംസാരിക്കാതെ അകന്നുപോയവർക്ക് മടങ്ങിവരാനുള്ള വിനയം തരണമേ. അമ്മയെ വേദനിപ്പിച്ച വാക്കുകൾ പറഞ്ഞവർക്ക് ക്ഷമ ചോദിക്കാനുള്ള കൃപ തരണമേ. അമ്മയാൽ വേദനിച്ച മക്കൾക്കും സൗഖ്യം തരണമേ. നമ്മുടെ കുടുംബങ്ങളിൽ പഴയ മുറിവുകൾ കൃപയാൽ മൃദുവാകട്ടെ. കർത്താവെ, യെശയ്യാ പ്രവാചകനിലൂടെ നീ പറഞ്ഞ വചനം ഞങ്ങൾ ഹൃദയത്തിൽ സ്വീകരിക്കുന്നു. അമ്മ തൻ്റെ മകനെ ആശ്വസിപ്പിക്കുന്നത് പോലെ നീ ഞങ്ങളെ ആശ്വസിപ്പിക്കും. അതുകൊണ്ട് ഇന്ന് എല്ലാ അമ്മമാരുടെയും ഉള്ളിലേക്ക് നിന്റെ ആശ്വാസം ഇറങ്ങട്ടെ. അവരെല്ലാവർക്കും നൽകിയ ആശ്വാസം ഇന്ന് നിന്റെ കൈകളിൽ നിന്ന് അവർക്ക് മടങ്ങി ലഭിക്കട്ടെ. ഈശോയെ, ഒരു അമ്മയും അവൾ ഉപയോഗിക്കപ്പെടുന്നവൾ മാത്രമെന്ന് തോന്നരുതേ. ഒരു അമ്മയും അവളുടെ പ്രാർത്ഥന വെറുതെയാണെന്ന് വിചാരിക്കരുതേ. ഒരു അമ്മയും അവളുടെ കുടുംബത്തിനുള്ളിലെ വേദനയിൽ ഒറ്റപ്പെട്ടു പോകരുതേ. അവൾ നിന്റെ മകളാണ്. അവളുടെ കണ്ണുനീർ നിന്റെ പാത്രത്തിൽ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അവളുടെ പേര് നിന്റെ തിരുഹൃദയത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ നിമിഷം നിന്റെ അമ്മയുടെ പേര് കർത്താവിൻ്റെ മുമ്പിൽ പറയൂ. അമ്മ ജീവിച്ചിരിക്കുന്നുവെങ്കിൽ അവൾക്ക് ദീർഘായുസ്സും സമാധാനവും ചോദിക്കൂ. അമ്മ രോഗിയായിരിക്കുകയാണെങ്കിൽ സൗഖ്യം ചോദിക്കൂ. അമ്മയുമായി അകലമുണ്ടെങ്കിൽ വീണ്ടും സംസാരിക്കാൻ കൃപ ചോദിക്കൂ. അമ്മ സ്വർഗത്തിലാണെങ്കിൽ ദൈവത്തിൻ്റെ കരുണയിൽ അവളെ ഏൽപ്പിക്കൂ. അമ്മയായ നീ തന്നെയാണെങ്കിൽ ഇന്ന് നിന്റെ പേര് യേശുവിൻ്റെ മുമ്പിൽ വെക്കൂ. കർത്താവെ, എന്നെയും ആശ്വസിപ്പിക്കണമേ എന്ന് പറയാൻ മടിക്കരുത്. ഇന്ന് കമൻറ്റിൽ നിന്റെ അമ്മയുടെ പേര് എഴുതാം. അല്ലെങ്കിൽ എൻ്റെ അമ്മയ്ക്കായി പ്രാർത്ഥിക്കണമെന്ന് എഴുതാം. എൻ്റെ കുടുംബത്തിന് സമാധാനം വേണം എന്നെഴുതാം. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നെഴുതാം. അമ്മേ മാതാവേ, ഞങ്ങളെ കാക്കണമേ എന്ന് എഴുതാം. ആമേൻ എന്ന് മാത്രം എഴുതിയാലും മതി. ഇന്നത്തെ കമൻ്റ് സ്ഥലം അമ്മമാരുടെ കണ്ണുനീരും മക്കളുടെ നന്ദിയും കുടുംബങ്ങളുടെ പ്രാർത്ഥനയും ഒന്നിച്ച് ദൈവസന്നിധിയിലേക്ക് ഉയരുന്ന ഒരു ചെറിയ പ്രാർത്ഥനാമുറിയായി മാറട്ടെ. ഇന്ന് ഒരു ചെറിയ ആത്മീയ ചുവട് വയ്ക്കൂ. കഴിയുമെങ്കിൽ നിന്റെ അമ്മയോട് ഒരു നല്ല വാക്ക് പറയും. അമ്മ അടുത്തില്ലെങ്കിൽ അവളുടെ പേര് പറഞ്ഞ് ജപമാലയിലെ ഒരു ദശകം പ്രാർത്ഥിക്കൂ. അമ്മയായ നീ തന്നെയാണെങ്കിൽ ഉറങ്ങുന്നതിന് മുമ്പ് കൈനെഞ്ചിൽ വെച്ച് ശാന്തമായി 3 പ്രാവശ്യം പറയൂ: ഈശോയെ, എൻ്റെ ക്ഷീണിച്ച ഹൃദയത്തെ നീ ആശ്വസിപ്പിക്കണമേ. അത്രമാത്രം. ആ ചെറിയ വാക്കിനുള്ളിൽ വലിയ സമർപ്പണമുണ്ട്. ഈ പ്രാർത്ഥന നിന്റെ ഫോണിൽ മാത്രം വെച്ചിരിക്കരുത്. ഇന്ന് നിന്റെ ഫോൺ ഒരു ചെറിയ പ്രസംഗപീഠമാകട്ടെ. വാട്സാപ്പിലൂടെയോ സ്റ്റാറ്റസിലൂടെയോ ഇത് പങ്കുവയ്ക്കുമ്പോൾ ഒരുപക്ഷെ ആരും മനസ്സിലാക്കുന്നില്ലെന്ന് കരുതി കരയുന്ന ഒരു അമ്മയ്ക്കിത് സ്വർഗത്തിൻ്റെ മൃദുവായ മറുപടിയായി എത്താം. അമ്മയെ ഓർത്തുമിണ്ടാതെ വേദനിക്കുന്ന ഒരു മകനോ മകളോ ഈ വാക്കുകളിൽ ആശ്വാസം കണ്ടെത്താം. ഒരു കുടുംബത്തിൽ വീണ്ടും സ്നേഹമുള്ള സംഭാഷണം തുടങ്ങാൻ ഇത് ഒരു ചെറിയ വാതിലാകാം. പ്രിയപ്പെട്ടവരെ, അമ്മയുടെ പ്രാർത്ഥന ഒരിക്കലും ചെറുതല്ല. അമ്മയുടെ കണ്ണുനീർ ദൈവത്തിൻ്റെ മുമ്പിൽ വില കുറഞ്ഞതല്ല.
അമ്മയുടെ മൗനം പോലും സ്വർഗത്തിൽ കേൾക്കുന്ന പ്രാർത്ഥനയായി മാറാം. അതുകൊണ്ട് ഇന്ന് നാം അമ്മമാരെ അനുഗ്രഹിക്കാം. ജീവിച്ചിരിക്കുന്ന അമ്മമാരെയും സ്വർഗത്തിൽ വിശ്രമിക്കുന്ന അമ്മമാരെയും അമ്മയാകാൻ ആഗ്രഹിച്ച് കാത്തിരിക്കുന്നവരെയും മക്കളെ നഷ്ടപ്പെട്ട് ശൂന്യമായ നെഞ്ചോടെ ജീവിക്കുന്നവരെയും മക്കൾക്ക് വേണ്ടി കരഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാ അമ്മമാരെയും യേശുവിൻ്റെ തിരുഹൃദയത്തിൽ സമർപ്പിക്കാം. നിന്റെ അമ്മയുടെ മേൽ കർത്താവിൻ്റെ സമാധാനം ഇറങ്ങട്ടെ. നിന്റെ വീട്ടിലെ ക്ഷീണിച്ച അമ്മയുടെ ഹൃദയത്തിന് പരിശുദ്ധാത്മാവിൻ്റെ ആശ്വാസം ലഭിക്കട്ടെ. മറിയത്തിൻ്റെ മൂടുപടം നിന്റെ കുടുംബത്തെ മൃദുവായി മൂടിക്കൊള്ളട്ടെ. നിന്റെ കണ്ണുനീർ കൃപയാൽ സ്പർശിക്കപ്പെടട്ടെ. അമ്മയുടെ ക്ഷീണിച്ച ഹൃദയത്തിൽ സ്വർഗത്തിൻ്റെ ആശ്വാസം വിരിയട്ടെ. കാണുന്നതുവരെ സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെയും സൂക്ഷിക്കട്ടെ. ആമേൻ. നാളെ രാവിലെ കൃത്യം 5:30 വീണ്ടും കാണാം. തീർച്ചയായും